അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമളാനിൽ വിശേഷിച്ചും വിശ്വാസികളുടെ ജീവിതത്തിൽ പൊതുവിലും ഏറെ സുപ്രധാനമായ സ്വഭാവ ഗുണങ്ങളിലൊന്നാണ് ഔദാര്യം എന്ന് പറയുന്നത്. ഹൃദയവിശാലതയുടെ അടയാളം കൂടിയാണ് ഒരാൾ ഉദാരനായിരിക്കുക എന്നത്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്, സൃഷ്ടികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഉദാരത പ്രകടിപ്പിക്കുന്ന ഔദാര്യം കാണിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സംശയലേശമെന്നേ പറയാൻ കഴിയും, അത് പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. വിശുദ്ധ റമളാൻ വന്നു കഴിഞ്ഞാൽ അടിച്ചു വീശുന്ന കാറ്റുപോലെ പ്രവാചകൻ തന്റെ ഔദാര്യം കൊണ്ട് നിറഞ്ഞു സജീവമായി നിലനിൽക്കുമായിരുന്നുവെന്ന് പ്രവാചകരെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് കാണാം. നബിതങ്ങൾ ഇതിന്റെ ഗൗരവം പറയുന്നിടത്ത് പലയിടത്ത് ആവർത്തിച്ചു പറയുന്ന ഒരു ഘടകമാണ് മനഖസമാലു മിൻ സദഖ. കൊടുക്കുന്നതുകൊണ്ട്, പരിഗണിക്കുന്നതുകൊണ്ട്, ഉദാരത പ്രകടിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ വരുമാനത്തിലോ അനുഭവങ്ങളിലോ ഒന്നും കുറഞ്ഞു പോകുന്ന പ്രശ്നമേയില്ല. ഒരു മനുഷ്യന് മനസ്സ്, അതൊരു അബണ്ടൻസ് മെന്റാലിറ്റി എന്നത്, നിറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന വിശാലമായ ഒരു ഉദാരതയുള്ള ഹൃദയം ഒരാൾക്കുണ്ടാവുക എന്നത് അപാരമായ ദൈവിക അനുഗ്രഹമാണ്. യഥാർത്ഥ ഔദാര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ പക്കലുള്ളതിൽ നിന്ന് പങ്കുവെക്കാൻ കാണിക്കുന്ന മനസ്സിന്റെ വിശാലതയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പ്രിയപ്പെട്ടതായി പങ്കുവെക്കുന്ന ഒന്നാണ്. സാധാരണഗതിയിൽ പറയാറുണ്ട് 3 തരത്തിലാണ് നമ്മൾ കൊടുക്കുക. ഒന്നാമത്തത് അസ്സഹാ, ഒരാൾ ചോദിക്കുന്ന സമയത്ത് അറിഞ്ഞു കൊടുക്കുന്ന മാനസികാവസ്ഥ. എന്നോടൊരാൾ സഹായം അഭ്യർത്ഥിക്കുമ്പോ അത് പരിഗണിച്ചുകൊണ്ട് നൽകുന്ന ഉദാരത. അൽ ജൂദ്, ചോദിക്കാത്ത മനുഷ്യരെ കണ്ടറിഞ്ഞു കൊടുക്കുന്ന രണ്ടാമത്തെ ഉയർന്ന അവസ്ഥ. ആരും എന്നോട് ചോദിക്കണമെന്നില്ല, ആവശ്യക്കാരനെ കണ്ടറിഞ്ഞ് ആ പരിഗണന അർഹിക്കുന്നവനെ തേടിച്ചെന്ന് കൊണ്ടുകൊടുക്കുന്ന വിശാലമായ മനസ്സ് ഉദാരതയുടെ ഔന്നത്യമാണ്. അൽ ഈഥാർ, എനിക്കാവശ്യമുള്ള സമയത്ത് എനിക്കാവശ്യമുണ്ടായിരുന്നിട്ട് കൂടി എന്റെ മുന്നിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ കണ്ടറിഞ്ഞ് തനിക്കാവശ്യമുള്ളത് പങ്കുവെക്കുന്ന ആ വിശാലമായ മനസ്സ്. ഉദാരതയുടെ, ദാനധർമ്മത്തിന്റെ ഉന്നത ഭാവങ്ങളിലേക്ക് ഒരു വിശ്വാസി വളരുന്നത് തന്നെപ്പോലും പരിഗണിക്കാതെ മറ്റുള്ളവരുടെ വേദനകൾ തിരിച്ചറിയുമ്പോഴാണ്. അതുകൊണ്ടാണ് വിശ്വാസികളുടെ നന്മ അതത്രമേൽ ഉയർന്നു നിൽക്കുന്നത്. യമൂതു ഖൗമുൻ ഫയുഹിൽ ജൂദു ദിക്റഹുമു വഹും തുറാബുൻ ഫഅൈന അന്നാസു മാ ഫഅലു. അവർ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞ് പിരിഞ്ഞുപോയാലും മണ്ണോട് ചേർന്നാലും ആ ചെയ്തു വെച്ച ഉദാരതയും ദാനധർമ്മങ്ങളും ഉണ്ടല്ലോ, അവരുടെ ഓർമ്മകൾ 10 മടങ്ങ് സമൂഹത്തിൽ വർദ്ധിപ്പിക്കും. യമൂതു ഖൗമുൻ, ആ മനുഷ്യര് മരിച്ചുപോയേക്കാം, പക്ഷെ അവരുടെ ദാനധർമ്മങ്ങളുടെ ഓർമ്മകൾ മരിക്കില്ല. അത് ഭൂമിയിൽ എപ്പോഴും അനുഗ്രഹീതമായി നിലനിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത്തരമൊരു വിശാലതയാണ്. അത് പ്രകടിപ്പിക്കാൻ ഏറ്റവും മികച്ച മാസം വിശുദ്ധ റമളാൻ കൂടിയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.